അടുത്തതായി നമ്മുടെ ഡബിൾ ഹെലിക്സ് സ്ട്രക്ചർ ഓഫ് ഡി എൻ എയുടെ സേലിയൻ ഫീച്ചേഴ്സ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡബിൾ ഹെലിക്സ് സ്ട്രക്ചറിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ ഫീച്ചേഴ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ സേലിയൻ ഫീച്ചേഴ്സ് ഓഫ് ഡബിൾ ഹെലിക്സ് സ്ട്രക്ചർ ഓഫ് ഡി എൻ എ. സോ ഡി എൻ എയുടെ ഡബിൾ ഹെലിക്സ് സ്ട്രക്ചറിൽ എന്തൊക്കെ ഫീച്ചേഴ്സാണ് നമുക്ക് കാണാം. ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് 2 പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ. ഡബിൾ ഹെലിക്സ് സ്ട്രക്ചറായ ഡി എൻ എ ഉണ്ടാക്കിയിരിക്കുന്നത് 2 പോളിന്യൂക്ലിയോടൈഡ് ചെയിനുകൾ വെച്ചിട്ടാണ്. നമ്മൾ പറഞ്ഞിരുന്നു 2 പോളിന്യൂക്ലിയോടൈഡ് ചെയിനുകൾ ഹെലിക്കലി ട്വിസ്റ്റ് ചെയ്തിട്ട് ആണ് ആ സ്ട്രക്ചർ ഇരിക്കണേ. സോ കമ്പോസ്ഡ് ഓഫ് 2 പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ, അങ്ങനെയാണ് ഹെലിക്കൽ സ്ട്രക്ചർ. രണ്ടും ഒന്നൊന്നിനെ റാപ്പ് ചെയ്ത് ട്വിസ്റ്റ് ചെയ്തിട്ടാണ് നിൽക്കണത്. സോ ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് 2 പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ. രണ്ടാമത്തത് നമ്മൾ പറഞ്ഞിരുന്നു ഇതിനൊരു സ്റ്റെയർ കേസ് പോലെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നു. സോ അവിടെയില്ല സ്റ്റെയർ കേസിൽ അതിൻ്റെ ആ റെയിൽ, നമ്മൾ ആ സ്റ്റെയർ കേസ് കയറണമെങ്കിൽ ആ പിടിക്കുന്ന ആ ഭാഗം, അതാണ് നമുക്ക് ആ ഗ്രിപ്പ് കൊടുക്കുന്നത്. സോ അതാണ് ഷുഗർ ഫോസ്ഫേറ്റ് ഫോം ദ ബാക്ക് ബോൺ. ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചറായ ഡി എൻ എയുടെ സ്ട്രക്ചറിൽ അതിൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ഷുഗർ ആൻഡ് ഫോസ്ഫേറ്റ്. നമ്മുടെ പെൻഡോസ് ഷുഗറും ന്യൂക്ലിയോടൈഡിലെ പെൻഡോസ് ഷുഗറും അതിൻ്റെ കൂടെ ജോയിൻ ചെയ്ത ഫോസ്ഫേറ്റ് ഗ്രൂപ്പുമാണ് അതിൻ്റെ ഈ പറഞ്ഞ ന്യൂക്ലിയോടൈഡിൻ്റെ അല്ലെങ്കിൽ ഡി എൻ എയുടെ ഏറ്റവും വലിയ ബാക്ക് ബോണായിട്ട് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റെയർ കേസ് കയറുകയാണെങ്കിൽ ആ ഹാൻഡ് റെയിൽ, നമ്മൾ പിടിക്കുന്ന ആ ഹാൻഡ് റെയിലാണ് അതിൻ്റെ ആ സ്ട്രെങ്ത്ത്. സോ ആ ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഡി എൻ എയുടെ സ്ട്രക്ചറിൽ എന്താണ്? ഷുഗർ ഫോസ്ഫേറ്റ് ആണ്. സോ ഷുഗർ ഫോസ്ഫേറ്റ് ഈ പറഞ്ഞ ഡി എൻ എയുടെ സ്ട്രക്ചറിൻ്റെ ബാക്ക് ബോണായിട്ട് നിൽക്കുന്നു, ഏറ്റവും സ്ട്രെങ്ത്ത് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ സ്റ്റെയർ കേസ് ആയിട്ട് പറയുമ്പോൾ അതിന് സ്റ്റെപ്പുകൾ പറയണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ എന്താണ് പറയുന്നത്? നൈട്രജനസ് ബേസുകളാണ്. സോ നൈട്രജൻ ബേസുകൾ സ്റ്റെയർ കേസിൽ കാണപ്പെടുന്ന ആ നൈട്രജൻ ബേസുകളൊക്കെ എന്തായിട്ട് വന്നു? ഉള്ളിലോട്ടാണ്, ആ പ്രൊജക്റ്റ് ചെയ്ത് പുറത്തോട്ടാണ് നമ്മുടെ ഷുഗർ ഫോസ്ഫേറ്റ് ആ ഹാൻഡ് റെയിൽ നിൽക്കുന്നത്, പ്രൊജക്റ്റ് ഔട്ട്വേർഡ്സ് ആണെങ്കിൽ. എന്നാൽ നൈട്രജൻ ബേസുകൾ ഇൻവേർഡ്സ് ആണ് നിൽക്കുന്നത്. ആ ഇൻറ്റീരിയറിൽ നിൽക്കുന്നത് പെയർഡ് ത്രൂ ഹൈഡ്രജൻ ബോണ്ട്. സോ നൈട്രജനസ് ബേസുകൾ നമ്മുടെ സ്റ്റെപ്പിൽ കാണുന്ന സ്റ്റെപ്പിൻ്റെ രണ്ടറ്റത്ത് നമുക്ക് നൈട്രജൻ ബേസുകളായിട്ട് സങ്കല്പിക്കാം. ആ ഹാൻഡ് റെയിൽ ഷുഗർ ഫോസ്ഫേറ്റ് ബാക്ക് ബോണായിട്ട് നിൽക്കുക, പ്രൊജക്റ്റിംഗ് ഔട്ട്വേർഡ്. നൈട്രജൻ ബേസുകൾ ഉള്ളിലേക്ക് ഇൻസൈഡ് ഇൻറ്റീരിയർ ആയിട്ട് നിൽക്കുന്നു. ഈ നൈട്രജൻ ബേസുകൾ പെയർഡ് ത്രൂ ഹൈഡ്രജൻ ബോണ്ട്സ്, പ്യൂരിൻ പിരമിഡുകളൊക്കെ തമ്മിൽ ഹൈഡ്രജൻ ബോണ്ടുകൾ വെച്ച് പെയർ ചെയ്യുന്നു. അതാണ് മൂന്നാമത്തെ. നൈട്രജൻ ബേസുകൾ ഉള്ളിലാണ് കാണപ്പെടുന്നത്. ആ നൈട്രജനസ് ബേസുകൾ ഹൈഡ്രജൻ ബോണ്ട് വെച്ച് പെയർ ചെയ്തിട്ടുണ്ട്. അടുത്തത് ഈ പറഞ്ഞ ഏറ്റവും യൂണീക്കായിട്ടുള്ള ഡബിൾ ഹെലിക്സ് സ്ട്രക്ചറിൻ്റെ പ്രോപ്പർട്ടിയാണ് കോംപ്ലിമെൻ്ററി ബേസ് പെയറിങ്. ഈ നൈട്രോജനസ് ബേസുകൾ തമ്മിലുള്ള കോംപ്ലിമെൻ്ററി ബേസ് പെയറാണ് ഏറ്റവും യൂണീക്കായിട്ട് പറഞ്ഞിരുന്നത്. ആ കോംപ്ലിമെൻ്ററി ബേസ് പെയറിങ് ഉള്ളതുകൊണ്ട് അതിൻ്റെ പാരൻ്റൽ ഡി എൻ എ സ്ട്രാൻഡിൽ നിന്ന് പുതിയ ഒരു സ്ട്രാൻഡ്, ഡോട്ടർ സ്ട്രാൻഡ് ഉണ്ടാവാൻ പറ്റും. ഈ പാരൻ്റൽ സ്ട്രാൻഡ് ഒരു ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്ത് രണ്ട് സ്ട്രാൻഡും, ഡി എൻ എയുടെ 2 സ്ട്രാൻഡും പാരൻ്റൽ സ്ട്രാൻഡും ഒരു ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്തിട്ട് ആ 2 സ്ട്രാൻഡിൽ നിന്നും ഡോട്ടർ സ്ട്രാൻഡ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. സോ ഈ ഡോട്ടർ സ്ട്രാൻഡ് എന്ന് പറയുന്നത് എക്സാക്ട്ലി സിമിലർ ടു ദ പാരൻ്റൽ സ്ട്രാൻഡ് ആയിരിക്കും. ഇങ്ങനെ കോപ്പി ഉണ്ടാക്കുന്നതിന് നമ്മൾ റെപ്ലിക്കേഷൻ എന്ന് പറയാം. സോ പാരൻ്റൽ ഡി എൻ എ സ്ട്രാൻഡിൽ നിന്ന് കോപ്പി ഉണ്ടാവുന്നതിന് നമ്മൾ റെപ്ലിക്കേഷൻ എന്ന് പറയാം. സോ ഈ കോംപ്ലിമെൻ്ററി ബേസ് പെയറിങ് ഉള്ളതുകൊണ്ട് റെപ്ലിക്കേഷൻ, പാരൻ്റൽ അല്ലെങ്കിൽ ടെംപ്ലേറ്റ് സ്ട്രാൻഡിൽ നിന്ന് ന്യൂ ഡോട്ടർ സ്ട്രാൻഡ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ മേക്കിംഗ് ഓഫ് ഡി എൻ എ എന്ന് പറയുന്നത്, അതായത് ആ പ്രോസസ്സായ റെപ്ലിക്കേഷൻ വളരെ ഈസിയാണ്. ബിക്കോസ് ഒരു സ്ട്രാൻഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്ട്രാൻഡിലെ ബേസ് സീക്വൻസ് ഏതാണെന്ന് അറിയാൻ പറ്റും. സോ ഒരു സ്ട്രാൻഡിനെ ടെംപ്ലേറ്റ് ആയിട്ട് നിന്നുകൊണ്ടാണ് അതിൻ്റെ ഡോട്ടർ സ്ട്രാൻഡ് ഉണ്ടാവുന്നത്. സോ റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് വളരെയധികം ഈസിയാണ്. എന്തുകൊണ്ട്? ഈ കോംപ്ലിമെൻ്ററി ബേസ് പെയറിങ് ഉള്ളതുകൊണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞതാണ്, ഒരു സ്ട്രാൻഡിൽ പ്യൂരിൻ ആണെങ്കിൽ മറ്റേ സ്ട്രാൻഡിൽ പിരമിഡിനായിരിക്കുന്നു. സോ ഇതാണ് നമ്മൾ കോംപ്ലിമെൻ്ററി ബേസ് പെയറിങ് നമ്മൾ പറഞ്ഞതാണ്. സോ പ്യൂരിൻ ഇപ്പുറത്തുണ്ടെങ്കിൽ അപ്പുറത്ത് പിരമിഡിൻ ഉണ്ടായിരിക്കും. സോ അഡിനീൻ ആണ് ഇപ്പുറത്തെ സ്ട്രാൻഡിൽ നിന്നുണ്ടെങ്കിൽ അപ്പുറത്തെ സ്ട്രാൻഡിൽ ഏതായിരിക്കും? തൈമീൻ ആയിരിക്കും. 2 ഹൈഡ്രജൻ ബോണ്ട് വെച്ചിട്ട് പെയർ ചെയ്തിട്ടുണ്ടാവും, ഡബിൾ ബോണ്ട് ആയിരിക്കും. ഗ്വാനിനാണ് ഇപ്പുറത്തെ സ്ട്രാൻഡിൽ നിന്നുണ്ടെങ്കിൽ അപ്പുറത്തെ സ്ട്രാൻഡിൽ എന്തായിരിക്കും? സൈറ്റോസിൻ ആയിരിക്കും. ഇവിടെ ട്രിപ്പിൾ ബോണ്ടാണ്, 3 ഹൈഡ്രജൻ ബോണ്ടാണ് ട്രിപ്പിൾ ബോണ്ട്, ഇവിടെ 2 ഹൈഡ്രജൻ ബോണ്ടാണ് ഡബിൾ ബോണ്ട്. സോ അഡിനിൻ തൈമീനുമായിട്ടും ഗ്വാനിൻ സൈറ്റോസിനുമായിട്ടും
2 ഹൈഡ്രജൻ ബോണ്ടും 3 ഹൈഡ്രജൻ ബോണ്ടും, ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും, AT ഡബിൾ ബോണ്ട്, GC ട്രിപ്പിൾ ബോണ്ട്, 3 ഹൈഡ്രജൻ ബോണ്ടും വെച്ചാണ് വരുന്നത്. സോ അഡനിൻ, ഗ്വാനിൻ, പ്യൂരിൻ, തൈമിൻ, സൈറ്റോസിൻ, പിരിമിഡിൻ. സോ നമ്പർ ഓഫ് പ്യൂരിൻസ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് പിരിമിഡിൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്പർ ഓഫ് അഡനിൻ ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് തൈമിൻ, നമ്പർ ഓഫ് ഗ്വാനിൻ ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് സൈറ്റോസിൻ എന്ന് പറഞ്ഞിരുന്നു. സോ കോംപ്ലിമെൻ്ററി ബേസ് പെയറിംഗ് എന്ന് പറയുന്നത് പ്യൂരിന് കോംപ്ലിമെൻ്ററി ആയിട്ട് പിരമിഡിൻസ് കാണും, അഡനിന് കോംപ്ലിമെൻ്ററി ആയിട്ട് തൈമിൻ, ഗ്വാനിന് കോംപ്ലിമെൻ്ററി ആയിട്ട് സൈറ്റോസിൻ. സോ നമുക്ക് ഒരു സ്ട്രാൻഡിലുള്ള സീക്വൻസുകൾ ഐഡൻറ്റിഫൈ ചെയ്താൽ അപ്പുറത്തെ സ്ട്രാൻഡിലെ ബേസ് സീക്വൻസ് എന്താണെന്ന് എളുപ്പമായിട്ട് അറിയും. അത് തന്നെയാണ് നമ്മൾ പറഞ്ഞത് റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ കോപ്പിങ്, മേക്കിംഗ് DNA കോപ്പി വളരെ ഈസി ആയിട്ട് നടക്കും ഈ കോംപ്ലിമെൻ്ററി ബേസ് പെയറിംഗുള്ളത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സ്ട്രാൻഡിൽ DNAയുടെ ഒരു സ്ട്രാൻഡിൽ ഇതാണ് ബേസ് സീക്വൻസ് നിൽക്കുക. DNAയുടെ ഒരു സ്ട്രാൻഡിൽ അഡനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, തൈമിൻ, സൈറ്റോസിൻ, അഡനിൻ, ഗ്വാനിൻ, തൈമിൻ, സൈറ്റോസിൻ. ഇങ്ങനെയാണ് നമ്മുടെ DNAയുടെ സ്ട്രാൻഡിൽ ഒരെണ്ണത്തിലുള്ളത് നിൽക്കുക. അപ്പോൾ അതിൻ്റെ കോംപ്ലിമെൻ്ററി ബേസ് പെയർ എന്നുള്ളത് നമുക്ക് ഈസി ആയിട്ട് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഇതില്ലാണ്ട് തന്നെ അറിയാം അഡനീന് കോംപ്ലിമെൻ്ററി തൈമീനായിരിക്കും, ഗ്വാനിന് സൈറ്റോസിനായിരിക്കും, സൈറ്റോസിന് ഗ്വാനിനായിരിക്കും, തൈമീന് അഡനീനായിരിക്കും, സൈറ്റോസിൻ ഗ്വാനിൻ, അഡനീൻ തൈമീൻ, ഗ്വാനിൻ സൈറ്റോസിൻ, തൈമീൻ അഡനീൻ, CG. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ATGC. സോ ATGC ആ ബേസ് പെയർ കോംപ്ലിമെൻ്ററി ബേസ് പെയറിങ് നമുക്ക് ഒരു സ്ട്രാൻഡിലെ സീക്വൻസ് അറിയുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള DNA സ്ട്രാൻഡിൽ ഏതൊക്കെ ബേസ് സീക്വൻസ് ആണെന്ന് നമുക്ക് ഈസിലി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും.